അങ്ങനെ ആകാശപാതയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കോട്ടയത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വലിയൊരു പദ്ധതിയാണിതെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ചെലവഴിച്ച സമയവും പണവും സ്ഥലവും നഷ്ടമായതല്ലാണ്ട് വേറൊരു ഉപകാരം ഉണ്ടായിട്ട്. 2015 മെയ്യിലാണ് UDF സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്. 5 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കത്തക്ക വിധത്തിലുള്ള എല്ലാവരുടെയും സഹകരണം. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തന സജ്ജാക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ തുടക്കത്തിൽ തന്നെ തൂണ് നാട്ടിയപ്പോൾ അതിന്റെ അലൈൻമെന്റ് മാറിപ്പോയി, പദ്ധതി പാളിപ്പോയി. കുമ്പളി റോഡിലേക്ക് വാഹനങ്ങൾ തിരിയുന്ന ഭാഗത്താണ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആകാശപാതയുടെ ഒരു തൂണ് നിൽക്കുന്നത്. ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ കുരുക്ക് ഇരട്ടിയായി. ആകാശപാതയുടെ വാർത്തകളൊക്കെ ആദ്യം പുറത്തു വന്നപ്പോൾ ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആകാശപാതയിൽ കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട് ലിഫ്റ്റും എസ്കലേറ്ററൊക്കെ ഉണ്ടെന്നായിരുന്നു. പിന്നെ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ ഇതിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് മുഴുവൻ സമയം ചുമതലപ്പെട്ടവരൊക്കെ ഉണ്ടെന്നായിരുന്നു. പിന്നെ ഇതിന്റെ മെയിന്റനൻസിന് LED പരസ്യങ്ങളുടെ വരുമാനം മാത്രം മതി എന്നൊക്കെയാണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പൊ പിന്നെ ഇതൊക്കെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒരു താല്പര്യം ആകാംക്ഷയൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. ആ പൈസ കൊണ്ട് ട്രാഫിക് സിഗ്നൽ നേരെയാക്കിയായിരുന്നെങ്കിൽ ആൾക്കാർക്ക് 2 മിനിറ്റ് കൊണ്ട് ആ റോഡൊന്ന് മുറിച്ചെടുക്കാൻ പറ്റിയേനെ. എന്തായാലും അത് പൊളിക്കാൻ പോവാ. ജനങ്ങളുടെ നികുതി പണം വേസ്റ്റ് ആയത് മിച്ചം.